നമസ്കാരം. ഡയറക്ടർ റജി നായർ, പോസിറ്റീവ് ടോക്കിലേക്ക് സ്വാഗതം. ദർബാർ എന്ന സിനിമയിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഒരു കോർട്ട് സീനിൽ പറയുന്നൊരു സംഭാഷണ ശകലമുണ്ട്. தெரிஞ்சவருக்கு ഏജ് ഒരു നമ്പർ மட்டும்தான், ഉങ്ങളെ പൊറുത്തവർക്കും മുടിയാത്, എന്നെ പൊറുത്തവർക്കും ഇത് മുടിഞ്ഞത് സർ എന്ന് ജഡ്ജിയോട് പറയുന്ന സംഭാഷണ ശകലമാണ്. ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ കൃത്യം, ഞാൻ ആശയം പറഞ്ഞു എന്ന് മാത്രം. പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട്, സാറേ ഞാൻ പല ബിസിനസ്സും ചെയ്തു, പലതും മുന്നേറി പോയില്ല, ഇപ്പം എനിക്കിനി എന്ത് ചെയ്യാനാ, വയസ്സ് 50 കഴിഞ്ഞില്ലേ. പക്ഷേ ഇതൊരു തെറ്റായ ധാരണയാണ്. പ്രായം നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ പ്രതിഭയ്ക്ക്, നമ്മുടെ ചിന്താഗതിക്ക്, നമ്മുടെ ബിസിനസ് വളർച്ചയ്ക്ക് ഒന്നിനും ഒരു തടസ്സമല്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ട ഒരുപാട് ലോകത്ത് തന്നെ വലിയ കോടീശ്വരന്മാർ പ്രവർത്തിച്ച് മുന്നേറിയതൊക്കെ അവർ 50 വയസ്സിന് ശേഷമാണ്. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1938 ജനിച്ച് പിന്നീട് ചൈനയിലാണ് അദ്ദേഹം ജനിച്ചത്. മോറിസ് ചാങ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മോറിസ് ചാങ് ചൈനയിൽ 1949 കമ്മ്യൂണിസ്റ്റും അവിടുത്തെ നാഷണലിസ്റ്റ് പാർട്ടിക്കാരും തമ്മിൽ വലിയൊരു ആഭ്യന്തര യുദ്ധമൊക്കെ നടക്കുന്ന സമയത്താണ് അവർ അമേരിക്കയിലേക്ക് കുടിയേറുന്നത്. അമേരിക്കയിൽ പോയി അദ്ദേഹം ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്ന് ടെക്നിക്കലി ഒരു വിദഗ്ധനായി മാറി. തുടർന്ന് അവിടുത്തെ പ്രമുഖമായ 2 കമ്പനികളിൽ വർഷങ്ങളോളം അദ്ദേഹം ഉന്നത പദവിയിൽ തന്നെ ജോലി ചെയ്തു. പക്ഷേ വർഷങ്ങളോളം, പതിറ്റാണ്ടുകളുടെ പ്രവർത്തനം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാ മേഖലയിലുള്ള പോലെ തന്നെ അവിടുത്തെ മേലധികാരികൾ ഇദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്യാൻ തുടങ്ങി. അതെല്ലാ മേഖലയിലും കാണാം. നമ്മുടെ ഇവിടെ തന്നെ തൊട്ട് ചെറിയ സ്ഥാപനങ്ങളിൽ വരെ നമ്മൾ മേലുദ്യോഗസ്ഥരെ നമ്മൾ സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അവിടെ മറ്റൊന്നിനും തർക്കിക്കാനോ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കാതെ മോറിസ് ചാങ് നേരെ ചെയ്തത് ജോലി രാജിവെക്കുകയായിരുന്നു. പിന്നീട് തിരിച്ച് ചൈനയിലേക്ക് പോകുവാൻ അദ്ദേഹത്തിൻ്റെ മനസ്സനുവദിച്ചില്ല. അങ്ങനെ അദ്ദേഹം നേരെ ഈ നാഷണലിസ്റ്റ് പാർട്ടിക്ക് ഏറെ പിന്തുണയുള്ള അവർ ഭരിക്കുന്ന തായ്വാനിലേക്ക് പോവുകയായിരുന്നു. പ്രത്യേകിച്ച് അതിനൊരു കാരണവുമുണ്ട്. അമേരിക്കൻ പിന്തുണയുണ്ട്. കാരണം ചൈനയ്ക്കെതിരായിട്ട് തായ്വാൻ നിൽക്കുന്നതുകൊണ്ട് അമേരിക്കയുടെ പിന്തുണയോടെയാണ് ആ രാജ്യം നീങ്ങുന്നത് എന്നും മോറിസ് ചാങ്ങിന് വലിയൊരു പ്രചോദനമായിരുന്നു. അവിടെ ചെന്ന് അദ്ദേഹം ആദ്യം തന്നെ തുടക്കം കുറിച്ചത് കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനത്തിനായിരുന്നു. നമുക്കെല്ലാം അറിയാവുന്ന ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ ചിപ്പ് നിർമ്മാതാക്കളായ TSMC എന്നുള്ള കമ്പനി തുടക്കം കുറിച്ചുകൊണ്ടാണ് മോറിസ് ചാങ് തായ്വാനിൽ തൻ്റെ പുതു രംഗത്തേക്ക് ചുവട് വെച്ചത്. അന്ന് അദ്ദേഹത്തിന് പ്രായം, ഈ പുതിയ കമ്പനി തുടങ്ങുമ്പോഴുള്ള പ്രായം 56 വയസ്സായിരുന്നു. പിന്നീട് തായ്വാൻ സർക്കാരിൻ്റെ വലിയൊരു പിന്തുണ ഈ മോറിസ് ചാങ്ങിനുണ്ടായി, കമ്പനിക്ക് വളർച്ചയ്ക്കായി. അങ്ങനെ ലോകത്ത് ഈ ചാങ് ചെയ്തൊരു പദ്ധതി എന്താണെന്ന് വെച്ചാൽ, തനിക്ക് തൻ്റെ കമ്പനിക്ക് ആവശ്യമുള്ള ചിപ്പുകൾ നിർമ്മിക്കുകയല്ല, മറ്റു കമ്പനികൾക്കായിട്ട് ചിപ്സ് നിർമ്മിച്ചു നൽകുകയായിരുന്നു ചാങ് ചെയ്തത്. അന്ന് ഇൻ്റൽ എന്നുള്ള കമ്പനി മാത്രമാണ് മോണോപ്പൊളി. പക്ഷേ ഇൻ്റൽ അന്ന് സ്വന്തം സ്ഥാപനത്തിന് വേണ്ടി മാത്രമായിരുന്നു കമ്പ്യൂട്ടർ ചിപ്സിൻ്റെ നിർമ്മാണം. എന്നാൽ മോറിസ് ചാങ് ചെയ്തത് മറ്റ് പല കമ്പനികൾക്കുമായിട്ട് ചിപ്പ് നിർമ്മിച്ച് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ലോകത്ത് തന്നെ വേൾഡ്സ് നമ്പർ 1 മാനുഫാക്ചറർ ഇൻ ചിപ്സ് എന്നുള്ള രീതിയിൽ മോറിസ് ചാങ്ങിൻ്റെ TSMC ഇന്നും നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ അറിയാം ഈ കമ്പനിയുടെ വാല്യൂ. അങ്ങനെ 86-ാം വയസ്സിൽ ചാങ് ഈ 2016 എന്നാണ് തോന്നുന്നത് അദ്ദേഹം അന്ന് രാജിവെച്ചു. ഇന്ന് 93 വയസ്സുണ്ട്. അദ്ദേഹം വിരമിക്കുകയാണ്, രാജിവെക്കുകയല്ല, കമ്പനി ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ നിന്ന് വിരമിച്ചു. ഇത്രയും പ്രസിദ്ധമായ കമ്പനിയെ ആ തരത്തിൽ തന്നെ ഉയർച്ചയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ന് 93-ാം വയസ്സിൽ വിശ്രമ ജീവിതത്തിലാണ് മോറിസ് ചാങ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഭക്ഷ്യ വിതരണ ശൃംഖലയായ KFCയും അതുപോലെ മാക്ഡൊണാൾഡ് കമ്പനികളെല്ലാം തന്നെ ഈ 65-75 വയസ്സിലാണ് ആ ഉടമകൾ തുടക്കം കുറിച്ചത്. അപ്പോൾ പ്രായം രജനീകാന്ത് സൂചിപ്പിച്ച പോലെ വെറുമൊരു നമ്പർ മാത്രമാണ്. നമുക്ക് വ്യക്തമായ ഒരാശയം, യൂണിക്കായ ഒരാശയവും അതോടൊപ്പം പ്രവർത്തിക്കുവാനുള്ള നല്ലൊരു മനക്കരുത്തുമുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രായത്തിലും ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കാനാകും എന്നുള്ളതാണ് ഈ മാതൃകകൾ. അതുകൊണ്ട് ഒട്ടും മടിക്കേണ്ട. പ്രായം അതിക്രമിച്ചു എന്ന് കരുതി നമ്മുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ബിസിനസ് രംഗത്തെ വളർച്ചയ്ക്കോ മറ്റു തരത്തിൽ വലിയ സ്വപ്നങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന നിങ്ങൾക്ക് പ്രായം ഒരു തടസ്സമല്ല. ഊർജിതമായ ഒരു മനസ്സും അതുപോലെ തന്നെ യൂണിക്കായ ഒരു ആശയവുമുണ്ടെങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഉദാഹരണങ്ങൾ. മറ്റൊരു വിഷയവുമായി, മറ്റൊരു പോസിറ്റീവ് ടോക്കുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.